വെള്ളിക്കുളങ്ങര ശാസ്താംപൂവം ആദിവാസി കോളനിയിൽ നിന്ന് കാണാതായ കുട്ടികളെ കണ്ടെത്തുന്നതിന് സംയുക്ത ഓപ്പറേഷൻ ആരംഭിച്ചു. പോലീസ്, വനംവകുപ്പ് വിഭാഗങ്ങളുടെ നേതൃത്വത്തിലാണ് സംയുക്ത ഓപ്പറേഷൻ. കാടർ വീട്ടിൽ കുട്ടന്റെ മകൻ 15 വയസ്സുള്ള സജിക്കുട്ടൻ, രാജശേഖരന്റെ മകൻ 8 വയസ്സുള്ള അരുൺകുമാർ എന്നിവരെയാണ് കാണാതായത്. ശാസ്താംപൂവം കോളനിക്ക് സമീപം ഉൾവനത്തിൽ തിരച്ചിൽ നടത്തുന്നുണ്ട്. 15 പേരടങ്ങുന്ന 7 സംഘങ്ങളായി തിരിഞ്ഞാണ് മേഖലയിൽ തിരച്ചിൽ പുരോഗമിക്കുന്നത്. അടിയന്തര സാഹചര്യം നേരിടാൻ മെഡിക്കൽ വാഹനങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട്. കാരിക്കടവ് ഫോറസ്റ്റ് ഓപ്പി താൽക്കാലിക റിപ്പോർട്ടിംഗ് കേന്ദ്രമാക്കിയാണ് പരിശോധന. കെ രാമചന്ദ്രൻ MLA സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. DFO വെങ്കിടേഷ്, DVSP അശോക്, ഭൂരേഖ തഹസിൽദാർ വിനോദ്, ഡെപ്യൂട്ടി തഹസിൽദാർ രാജൻ വെള്ളിക്കുളങ്ങര, പരിയാരം ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർമാർ, റവന്യൂ ഉദ്യോഗസ്ഥർ, വെള്ളിക്കുളങ്ങര പോലീസ് സ്റ്റേഷൻ സർക്കിൾ ഇൻസ്പെക്ടർ സുജാതൻ പിള്ള, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MR രഞ്ജിത്ത്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാൻഡോ കൈതാരത്ത്, വാർഡംഗം ചിത്ര സുരാജ്, പൊതുപ്രവർത്തകർ എന്നിവരുടെ നേതൃത്വത്തിലാണ് തിരച്ചിൽ ആരംഭിച്ചത്. ആനയും കാട്ടുപോത്തും പുലിയും നിറഞ്ഞ വനമേഖലയിലെ തിരച്ചിൽ അതീവ ദുഷ്കരമാണ് എന്നത് പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള വന്യജീവി ആക്രമണം ഉണ്ടായാൽ പ്രതിരോധിക്കാനുള്ള ആയുധങ്ങളുമായാണ് സംഘം ഉൾവനത്തിൽ പ്രവേശിച്ചത്. ഇക്കഴിഞ്ഞ 2-ാം തീയതി പകൽ 10 മുതലാണ് കുട്ടികളെ കാണാതായത്. ആദ്യ ദിനങ്ങളിൽ ബന്ധുവീടുകളിലും കുട്ടികൾ പോകാൻ സാധ്യതയുള്ള മറ്റ് സ്ഥലങ്ങളിലും അന്വേഷണം നടത്തിയിരുന്നു. ഈ ശ്രമം വിഫലമായതിനെ തുടർന്ന് വെള്ളിക്കുളങ്ങര പോലീസിൽ പരാതി നൽകുകയായിരുന്നു.